Welcome back. So today we have a new chapter, motion in a plane. So what is a plane, or what is a two-dimensional motion? The motion of an object is called two-dimensional if two coordinates are required to specify the position of the object in space changes with respect to time. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം സ്പെസിഫൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മോഷൻ എന്താണ്? ഒരു സ്പേസ് ചേഞ്ച് ആണ്, സമയത്തിന് ആപേക്ഷികമായിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. സ്പേസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണുള്ള മോഷൻ. അപ്പോൾ സ്പേസ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മോഷനാണ് മോഷൻ ഇൻ ടു ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ടു കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സും വൈയും ആവാം, വൈയും സെഡും ആവാം, അല്ലെങ്കിൽ എക്സും സെഡും ആവാം. അങ്ങനെ ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട്, രണ്ട് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു വസ്തുവിൻ്റെ സ്പേസ് ചേഞ്ചിനെ വിശദീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മോഷനാണ് മോഷൻ ഇൻ എ പ്ലെയിൻ ഓർ മോഷൻ ഇൻ ടു ഡയമെൻഷൻ. എക്സാമ്പിൾ, എ ബോൾ മൂവിങ് ഓവർ എ ടേബിൾ. ഒരു ടേബിളിന്റെ മുകളിൽ മൂവ് ചെയ്യുന്ന ബോൾ ഇത്തരത്തിലുള്ള ഒരു മോഷൻ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ നമ്മൾ ക്യാരം ബോർഡ് കളിക്കാറുണ്ട്. ആ ക്യാരം ബോർഡ് കളിക്കുന്ന സമയത്ത് അതിൻ്റെ ആ സ്ട്രൈക്കർ മൂവ് ചെയ്യുന്ന ഒരു പ്ലെയിനിലാണ് അല്ലേ? അപ്പോൾ അതൊരു ടു ഡയമെൻഷൻ മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഒരു പ്ലെയിനിൽ നമുക്ക് രണ്ട് ആക്സിസ് മാത്രമേ ആവശ്യമുള്ളൂ. എക്സും വൈയും ആവാം, വൈയും സെഡും ആവാം, എക്സും സെഡും ആവാം. ഇതൊരു മോഷനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ബോഡി ഈ കാണിക്കുന്ന രീതിയിലുള്ള ഒരു പാത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു സമയത്തും നമുക്ക് ഈ വസ്തുവിൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടി രണ്ട് കോർഡിനേറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്ന ബിന്ദു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എക്സ് ആക്സിൽ x1 എന്നും വൈ ആക്സിൽ y1 എന്നും രണ്ട് സ്ഥാനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ XY പ്ലെയിനിൽ നമുക്ക് ഈ വസ്തുവിൻ്റെ സ്ഥാനം സൂചിപ്പിക്കാവുന്നതാണ്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിലെ സ്ഥാനം സൂചിപ്പിക്കാൻ വേണ്ടി എക്സ് ആക്സിൽ x2ഉം വൈ ആക്സിൽ y2 മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ രീതിയിലുള്ള മോഷനാണ് മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ ടു ഡയമെൻഷണൽ മോഷൻ. തീർന്നില്ല. നോ ദർ ഈസ് ത്രീ ഡയമെൻഷണൽ മോഷൻ. The motion of an object is called three-dimensional if three coordinates are required to specify the position of the object in space changes with respect to time. അപ്പോൾ മൂന്ന് കോർഡിനേറ്റ്സ് എക്സും വൈയും സെഡും ആവശ്യമുള്ള മോഷനാണെന്ത്? മോഷൻ ഇൻ സ്പേസ് അല്ലെങ്കിൽ മോഷൻ ഇൻ ത്രീ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ഹണി ബി ഫ്ലൈയിങ് ആൻഡ് ഫ്രീക്വൻലി ലാൻഡിങ് ഓൺ എ ടേബിൾ. അപ്പോൾ നമുക്കറിയാം ഈ ഹണി ബി അല്ലെങ്കിൽ ഈച്ചയൊക്കെ എന്താ ചെയ്യാറുള്ളത്? കുറച്ച് സമയം ഒരു ടേബിളിന്റെ മുകളിൽ കൂടെ നടക്കും. അപ്പോൾ നമുക്ക് ഒരു ടേബിളിന്റെ മുകളാകുമ്പോൾ ഒരു പ്ലെയിനിന്റെ മുകളാകുന്ന സമയത്ത് നമുക്ക് ടു ഡയമെൻഷൻ മോഷനാണ്. ഇനി അത് ആ ടേബിളിൽ നിന്ന് അല്പ ദൂരം മുകളിലേക്ക് പറന്നിട്ട് വീണ്ടും മേശപ്പുറത്തിന് വന്നിരിക്കും. അപ്പോൾ ടേബിളിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ആക്സ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ടു ഡയമെൻഷൻ മോഷൻ. അപ്പോൾ രണ്ട് എക്സും വൈയും കോർഡിനേറ്റ്സ് മാത്രമേ ഒരു പ്ലെയിനിന്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഈ വസ്തു, ഈ പറയുന്ന ഹണി ബി ടേബിളിന്റെ മുകളിലേക്ക് പറക്കുകയാണെങ്കിൽ, ഉയർന്ന് പറക്കുകയാണെങ്കിൽ നമുക്ക് സെഡ് ആക്സും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പം നമുക്കവിടെ മൂന്ന് കോർഡിനേറ്റ്സ് ആവശ്യമായിട്ട് വരുന്നു. ഇതാണ് ത്രീ ഡയമെൻഷണൽ മോഷന്റെ എക്സാമ്പിൾ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ ഈസ് പ്രൊജക്ടൈൽ മോഷൻ. സോ വാട്ട് ഈസ് എ പ്രൊജക്ടൈൽ? ഫസ്റ്റ് ഓഫ് ഓൾ, എ ബോഡി ത്രോൺ ഇൻ ടു എയർ and is moving under the influence of gravity alone is called a projectile. അന്തരീക്ഷത്തിലേക്ക് എറിയുകയും അതൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വിധേയമായിട്ട് ചലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ. സോ എനിത്തിങ് ത്രോൺ ഇൻ ടു എയർ. എനിത്തിങ് മീൻസ് ഇറ്റ് ക്യാൻ ബി എ സ്റ്റോൺ, ഇറ്റ് ക്യാൻ ബി എ പീസ് ഓഫ് ചോക്ക്, ഇറ്റ് ക്യാൻ ബി എ ബോൾ. സോ എനിത്തിങ് ത്രോൺ ഇൻ ടു എയർ ആൻഡ് ഈസ് മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഈസ് കാൾഡ് പ്രൊജക്ടൈൽ. So, ഈ രീതിയിലാണ് നമുക്കൊരു പ്രൊജക്ടൈൽ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞാൽ ട്രാവൽ ചെയ്യാം.
അപ്പോൾ ഈ രീതിയിലൊരു പാത്താണ് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രീതിയിലൊരു പാത്താണ് ഒരു പ്രൊജക്റ്റിൽ ഫോളോ ചെയ്യുന്നത് പറയാൻ പറ്റും. ഇതിന്റെ പേരാണ് ഒരു പരാബോള എന്ന് പറയും, പരാബോളിക് പാത്ത്. സോ നോർമലി എ പരാബോളിക് പാത്ത് വിൽ ബി ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ ഇൻ എയർ. സോ ദ പാത്ത് ഈസ് പരാബോളിക്. സോ ഇറ്റ് ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി വി. വി എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി നമ്മളിതിനെ എയറിലേക്ക് ത്രോ ചെയ്യുന്നു. ആൻഡ് യു നോ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ആൻഡ് ദിസ് വെക്റ്റർ വി ഈസ് മേക്കിംഗ് an angle theta with the horizontal direction or vector v is making an angle theta with the x-axis എന്ന് പറയാം. So if that is the case, this vector can be resolved into its components. So along the x-axis it is v cos theta, along the y-axis it is v sin theta. അപ്പോൾ ഏതൊരു വെക്ടറിനെയും ഈ രീതിയിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെക്ടർ വി എന്ന് പറയുന്നത് വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും കൂടെ ചേർന്നതാണ്. ഇനി തീർന്നില്ല, ഈ വി കോസ് തീറ്റയും വി സൈൻ തീറ്റയും ഉപയോഗിച്ച് നമുക്ക് ഈ പ്രൊജക്റ്റൈൽ മോഷന്റെ വ്യത്യസ്ത പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് അനദർ പിക്ചർ ഓഫ് ദി മോഷൻ. So here we are taking u as the velocity. You know, u is always taken as the initial velocity. So a body is thrown up with an initial velocity u. And that vector u is making an angle theta with the x-axis. So this component is u cos theta and this is u sin theta. So in other words, this motion is the result of the components u cos theta and u sin theta, or the motion is due to the effective combination of u cos theta and u sin theta. നമുക്ക് ഈ മോഷനെ എക്സ് ആക്സിസ് കൂടെ മാത്രം കാണാൻ കഴിയും, അതാണ് യു കോസ് തീറ്റ കമ്പോണന്റ്. വെർട്ടിക്കൽ മോഷൻ മാത്രം കാണാൻ പറ്റും, അതാണ് എന്ത് യു സൈൻ തീറ്റ കമ്പോണന്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ യു കോസ് തീറ്റ കമ്പോണന്റ് എല്ലായ്പ്പോഴും സ്റ്റഡിയാണ്. യു കോസ് തീറ്റ കമ്പോണന്റ് ഒരിക്കലും മാറുന്നില്ല. പക്ഷെ യു സൈൻ തീറ്റ കമ്പോണന്റ് മാറിക്കൊണ്ടിരിക്കും. കാര്യം ഈ കല്ല് മുകളിൽ ആക്ച്വലി ഈ വസ്തുവിന് രണ്ട് മോഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പാത്ത് എന്ന് പറയുന്നത് യു കോസ് തീറ്റയുടെ യു സൈൻ തീറ്റയുടെ കൂടെ കമ്പൈൻഡ് റിസൾട്ടാണ്. അതായത് യു കോസ് തീറ്റ കമ്പോണന്റ് ഈ സ്റ്റോണിനെ മുന്നോട്ട് പുഷ് ചെയ്യുന്നു. യു കോസ് തീറ്റ ഈസ് പുഷിംഗ് ദിസ് ബോഡി ഫോർവേഡ്, യു സൈൻ തീറ്റ ഈസ് പുഷിംഗ് ദ ബോഡി അപ്വാർഡ്. അപ്പൊ ഈ വസ്തു ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണം ഈ മുന്നോട്ടുള്ള യു കോസ് തീറ്റ കമ്പോണന്റും മുകളിലേക്കുള്ള യു സൈൻ തീറ്റ കമ്പോണന്റും ഒരേ സമയം ഇതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സോ യു കോസ് തീറ്റ കമ്പോണന്റ് വിൽ പുഷ് ദ ബോഡി ഫോർവേഡ്, യു സൈൻ തീറ്റ കമ്പോണന്റ് വിൽ പുഷ് ദ ബോഡി അപ്വാർഡ്. അപ്പോൾ ഒരേ സമയം മുന്നോട്ടും മുകളിലേക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബോഡി ഈ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, then there is one more point. You know, as the body moves up, the velocity will be decreasing. അല്ലെ, മുകളിലേക്ക് പോകും തോറും എറിയുന്ന ഏതൊരു വസ്തുവിൻ്റെയും വേഗത മുകളിലേക്ക് പോകും തോറും കുറയുകയാണ് ചെയ്യുന്നത്, നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡീൻ്റെ മുകളിലേക്കുള്ള പുഷിങ് കുറഞ്ഞു വരും. മുകളിലേക്കുള്ള പുഷിങ്, അതായത് യു സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഈ വസ്തു മുകളിലേക്ക് പോകും തോറും ഉയരം കൂടാതെ ഒരു നിശ്ചിത ഹൈറ്റിലേക്ക് എത്തിയ ശേഷം താഴേക്ക് മടങ്ങുന്നത്. ദെൻ ഫോർ എ വെക്റ്റർ ദ ലെങ്ത് റെപ്രസെന്റ് ദി മാഗ്നിറ്റ്യൂഡ്. അപ്പം മുകളിലേക്ക് പോകും തോറും യു സൈൻ തീറ്റ കുറയുകയാണെങ്കിൽ വെക്റ്റർ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഈ ലെങ്ത്, ഈ ആരോ മാർക്കിന്റെ ലെങ്ത് കുറച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് അടുത്തൊരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാ, അവിടെ യു സൈൻ തീറ്റ കമ്പോണന്റ് വീണ്ടും സെയിം ലെങ്ത് ആണ്, യു കോസ് തീറ്റ കമ്പോണന്റ് സെയിം ലെങ്ത് ആണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ യു സൈൻ തീറ്റ കമ്പോണന്റ് നമ്മളിപ്പോൾ വീണ്ടും കുറച്ചു. ഇനി ഏറ്റവും മുകളിലോ കുറച്ച് വളഞ്ഞു പോയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എന്തില്ല, ഇവിടെ നമുക്ക് യു സൈൻ തീറ്റ കമ്പോണന്റ് 0 എന്ന് കാണാൻ പറ്റും. കാരണം എന്താണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കല്ല് ഈ വസ്തു മുകളിലേക്ക് പോകുന്നില്ല, ഇവിടെ മാക്സിമം ഹൈറ്റിലെത്തി. അപ്പോൾ ഇവിടെ യു സൈൻ തീറ്റ കമ്പോണന്റ് 0 ആണ്. ഇനി എന്താ സംഭവിക്കുക, യു സൈൻ തീറ്റ കമ്പോണന്റ് 0 ആയതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദ ബോഡി വിൽ കം ഡൗൺ. അപ്പോൾ യു സൈൻ തീറ്റ കമ്പോണന്റിന് താഴേക്ക് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ശ്രദ്ധിക്കുക,
യു സൈൻ തീറ്റ കമ്പൗണ്ടിന്റെ മാക്സിമം ലെങ്ത് ഇവിടെയുള്ളത്. അടുത്ത പോയിന്റിൽ കുറച്ച് കുറഞ്ഞു, അടുത്ത പോയിന്റിൽ വീണ്ടും കുറഞ്ഞു. മാക്സിമം ഹൈറ്റിൽ യു സൈൻ തീറ്റ കമ്പൗണ്ട് ഇല്ല. ഇനി മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാലോ ഈ എല്ലാ പോയിന്റിലും യു കോസ് തീറ്റ കമ്പൗണ്ടിന്റെ ലെങ്ത് സെയിം ആണ്. അപ്പൊ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ദർ ഇസ് ഓൺലി യു കോസ് തീറ്റ കമ്പൗണ്ട് പ്രസന്റ്. ഇനി ആ ഹയസ്റ്റ് പോയിന്റ് കഴിഞ്ഞാൽ വീണ്ടും യു കോസ് തീറ്റ കമ്പൗണ്ട് അതുപോലെ തന്നെയുണ്ട്. ഇനിയോ താഴേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഈ സ്റ്റോൺ താഴേക്ക് വരുന്നത്? ബിക്കോസ് നൗ യു സൈൻ തീറ്റ കമ്പൗണ്ട് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ഡൗൺവാർഡ്. അപ്പൊ യു സൈൻ തീറ്റ കമ്പൗണ്ട് മുകളിലേക്ക് ആയ സമയത്ത് സ്റ്റോണിനെ മുകളിലേക്ക് പുഷ് ചെയ്തു. ഇത് താഴേക്ക് വരാൻ കാരണം എന്താണ്? ഇപ്പൊ യു സൈൻ തീറ്റ കമ്പൗണ്ട് താഴേക്കാണ്. അപ്പോൾ യു സൈൻ തീറ്റ കമ്പൗണ്ട് താഴേക്ക് ആയതുകൊണ്ട് ഇറ്റ് വിൽ പുഷ് ദ ബോഡി ഡൗൺവാർഡ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന അതേ സമയം തന്നെ അത് താഴേക്കും കൂടെ വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ യു കോസ് തീറ്റ കമ്പൗണ്ട് ഇല്ല. ഐ മീൻ യു കോസ് തീറ്റ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, യു സൈൻ തീറ്റ കമ്പൗണ്ട് ഇല്ല. അതിനുശേഷം യു സൈൻ തീറ്റ കമ്പൗണ്ട് കുറച്ചുകൂടി, വീണ്ടും കുറച്ചും കൂടെ കൂടി, ഇവിടെ വീണ്ടും കൂടി. അപ്പൊ ഇങ്ങനെ താഴേക്ക് വരുന്തോറും യു സൈൻ തീറ്റ കമ്പൗണ്ടിന്റെ സൈസ് കൂടി വരും. ഇവിടെ ആകുമ്പോൾ യു സൈൻ തീറ്റ കമ്പൗണ്ട് സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ദർ ഇസ് നോ യു സൈൻ തീറ്റ കമ്പൗണ്ട് പ്രസന്റ്. അപ്പോൾ നമുക്കതിനെ ജനറൽ ആയിട്ട് യു എക്സ് യു വൈ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും യു എക്സ് കമ്പൗണ്ടിന് ദർ ഇസ് നോ ചേഞ്ച്. യു എക്സ് കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിലുള്ള കോർഡിനേറ്റ് ആണ്. അപ്പോൾ യു എക്സിന്റെ ലെങ്ത് എല്ലായ്പ്പോഴും സെയിം ആണ്. ദർ ഇസ് നോ ചേഞ്ച് ഫോർ യു എക്സ് ആൻഡ് ഫോർ യു വൈ ദർ ഈസ് എ ചേഞ്ച്, റൈറ്റ്? ഓർ യു എക്സ് റെപ്രസെന്റ് ദി or ux is the compound which is responsible for horizontal motion. അപ്പോൾ ഇങ്ങനെ പോകാനുള്ള കാരണം ux ആണ്. and uy is the compound which is responsible for vertical motion. ഈ vertical motion റെസ്പോൺസിബിൾ കമ്പൗണ്ട് എന്താണ്? അത് uy ആണ്, അല്ലെങ്കിൽ u sin theta ആണ്. so once we know u cos theta and u sin theta, we can find an equation for the path of this projectile. so at any time t, the horizontal motion along the x-axis is u cos theta into t. അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ഹോറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ആക്സിൽ ഏതാണ് വെലോസിറ്റി? യു കോസ് തീറ്റയാണ്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം. സിമിലർലി ഫോർ വെർട്ടിക്കൽ മോഷൻ ദ കമ്പൗണ്ട് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കാരണം എന്താണ്? along the horizontal direction you see this u cos theta is a constant. u cos theta is not changing, right? so it is a uniform velocity motion along the x-axis. so displacement is equal to that constant velocity into time t. but for vertical motion the velocity continuously changes, right? in the beginning the velocity reduced to 0. അല്ല, താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുക? വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. so there is a retardation as the stone move up, and beyond the maximum height, or once the body reaches maximum height, that velocity is 0, and after that the velocity increases gradually to a maximum value. so now there is an acceleration. so for vertical motion you can see the velocity gradually reduced to 0 and then increases to maximum value. or you can say this motion has a velocity change, and if the motion has a velocity change you will say it is accelerator motion, and the equation for acceleration motion is s is equal to ut plus half a t square. so s is equal to ut plus half a t square. that is why for vertical motion y we are writing ut plus half a t square. okay, so since s is equal to ut plus half a t square, then for vertical motion what is u? it is u sin theta. and what is a? it is minus g. കാരണം എന്താ? the direction of initial velocity is upward, which is positive, therefore downward direction should be negative. now on substitution we will get y is equal to u sin theta into t, right? u is replaced with u sin theta into t minus half gt square. but from the previous equation you can write what? time t is equal to x by u cos theta. so here you have seen x is equal to u cos theta into t, therefore t is equal to x by u cos theta. so now you can substitute the value of t in this equation, therefore this is equal to what?
u sin theta into x by u cos theta minus half g into x square by u cos theta the whole square. Then now we can rewrite this equation as x tan theta. Why? Because u and u will cancel. Sin theta by cos theta is tan theta minus half g x square divided by u square cos square theta. Now this is of the form ax minus bx square. That is y is equal to ax minus bx square. And this is the equation of a parabola. And in this equation you are taking a, b are two constants. And what is a? A is equal to tan theta, b is equal to what? G by 2u square cos square theta. So y is equal to ax minus bx square is the equation of parabola. So mathematically we can prove that the path followed by a projectile is a parabolic path. Now as far as a projectile body is concerned, its time of flight is important. What is time of flight? The time required for the projectile to reach its destination. അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ദ സിമ്പിൾ ഈസ് ക്യാപിറ്റൽ ടി. ആൻഡ് ഹിയർ വി ആർ ടേക്കിംഗ് ദി വെർട്ടിക്കൽ മോഷൻ. സോ ഫോർ വെർട്ടിക്കൽ മോഷൻ, വാട്ട് ഇസ് വെർട്ടിക്കൽ മോഷൻ? ഈ വൈ ആക്സിലൂടെ മാത്രമേയുള്ള മോഷൻ സങ്കല്പിക്കുക. ഈ വസ്തു ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ നീങ്ങും തോറും കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിലെ പോയിന്റുകൾ മുകളിലേക്ക് കൂടിക്കൊണ്ടിരിക്കും. മാക്സിമം ഹൈറ്റ് വന്ന സമയത്ത് വൈ ആക്സിലെ നമ്മുടെ പോയിന്റ് മാക്സിമം ആയിരിക്കും. ഇനി അതിന് ശേഷം താഴേക്ക് വരുന്ന സമയത്തോ ഈ വൈ ആക്സിൽ കൂടെ തന്നെയുള്ള നമ്മുടെ അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് താഴേക്ക് വന്നിട്ട് ഈ വസ്തു ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും 0 ആയിട്ട് മാറും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം തന്നെയാണ്, റൈറ്റ്? ഫോർ വെർട്ടിക്കൽ മോഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഫിനിഷിംഗ് പോയിന്റ് ആർ സെയിം, റൈറ്റ്? So if you take the motion along the y-axis alone, you can see starting and finishing points are same. So therefore displacement will be 0 because displacement is the shortest distance between starting and finishing points. Since both are same, s is equal to 0. അപ്പോൾ നമ്മൾ വേർട്ടിക്കൽ മോഷൻ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ പരിഗണിക്കാം, റൈറ്റ്? ആൻഡ് അഗെയിൻ വി ഹാവ് സീൻ ദാറ്റ് this vertical motion is accelerated motion because of the velocity change. So ut plus half at square is the equation. And what is u? For vertical motion, velocity u is equal to u sin theta. Time of flight is capital T. Acceleration is minus g. And we have seen that this displacement is 0. Now this equation 1 can be rewritten as 0 is equal to u sin theta into t minus half gt square. That is half gt square is equal to u sin theta into t. So what is remaining is half gt. From that we can see that t is equal to 2u sin theta by g. So time of flight of a projectile is t is equal to 2u sin theta by g. So the time required for a projectile to reach its destination is 2u sin theta by g. Another important point is the range, the horizontal range of a projectile. So what is a horizontal range? It is a maximum horizontal displacement of the body. That means this is the displacement along the x-axis is the horizontal displacement. അപ്പോൾ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒറിജിനിൽ നിന്നും ഈ x-ആക്സിലെ ഈ ബിന്ദു വരെയുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടൈൽ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വരെയുള്ള അകലമാണെന്ത്? റേഞ്ച്, മാക്സിമം ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ്. സോ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വാട്ട്? ഹോറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഹോറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഹോറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ നമ്മൾ ഹോറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയാൻ കാരണം there are two velocities. One is horizontal component which is u cos theta. Other one is vertical component which is u sin theta. So we may write s is equal to ut. And what is s? S is the range. The maximum horizontal distance ആണ് the range. So s is equal to r.
ടി എന്താണ്? ടി എന്ന് പറയുന്നത് ഈ പ്രൊജക്ടൈൽ ഇവിടെ ടച്ച് ചെയ്യാൻ ആവശ്യമെടുക്കുന്ന സമയമാണ്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് കോൾഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u sin theta by g കണ്ടു കഴിഞ്ഞു. Therefore we can write S is equal to u cos theta, range R is equal to u cos theta into t. T is time of flight, 2u sin theta by g. So u cos theta into 2u sin theta by g, that is equal to u into u is u square 2 sin theta cos theta by g. Then we have this equation sin a plus b is equal to sin a cos b plus cos a sin b. Suppose it is sin theta plus theta, then it is sin theta cos theta plus cos theta sin theta, that is equal to 2 sin theta cos theta, right? That means sin theta plus theta is 2 theta. So sin 2 theta is equal to 2 sin theta cos theta. So this sin 2 sin theta cos theta can be replaced with sin 2 theta. Therefore range R is equal to u square sin 2 theta by g. Okay, so this is the equation for horizontal range of a projectile. R is equal to u square sin 2 theta by g. The next topic is the height of projectile. And what is height? It is the maximum vertical displacement of a body. So maximum vertical displacement means this is the vertical displacement, maximum vertical displacement of a body. And we know that at the maximum height the velocity of the body will be 0. So we are starting with the initial velocity, and at the maximum height velocity will be 0. And when velocity at the maximum height is 0, you can say the final velocity is 0. And by the time the velocity reaches 0, the body will reach maximum height. അല്ലെങ്കിൽ മുകളിലേക്ക് എറിയുന്ന വസ്തു മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ വെലോസിറ്റി 0 ആകുന്ന സമയത്താണ് ആ വസ്തു അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കുക, അല്ലേ? കാര്യം ശേഷം വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി, ആ കല്ലാണെങ്കിൽ കല്ല്, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് താഴേക്ക് പതിക്കാൻ തുടങ്ങും. അപ്പം താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഹൈറ്റാണ് അതിൻ്റെ മാക്സിമം ഹൈറ്റ്. അപ്പം അങ്ങനെ താഴേക്ക് പതിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അതിൻ്റെ അപ്വേർഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. നമ്മൾ കണ്ടുകഴിഞ്ഞു മാക്സിമം ഹൈറ്റിൽ യു സൈൻ തീറ്റ 0 ആയിട്ട് മാറും, റൈറ്റ്? സോ ഇൻ ദി ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, we can say v, the final velocity is equal to 0. And for vertical motion, you know, the initial velocity is u sin theta, a is equal to minus g, and s is equal to height. അപ്പോൾ നമ്മൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ വേർട്ടിക്കൽ മോഷൻ എടുക്കുകയാണ്. അപ്പോൾ വേർട്ടിക്കൽ മോഷനിൽ താഴേന്ന് മുകളിലേക്ക് പോകുന്ന എസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എച്ച്, റൈറ്റ്? സോ എസ് ഈസ് ഈക്വൽ ടു എച്ച് എന്നെടുത്തു. പിന്നെ ഇനീഷ്യൽ ഡയറക്ഷൻ അപ്വേർഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ആക്സലേഷൻ മൈനസ് ജി ആണ്. പിന്നെ ഇനി ദ വെലോസിറ്റി അലോങ് ദി വേർട്ടിക്കൽ മോഷൻ എന്താണ്? യു സൈൻ തീറ്റയാണ്. ദെയർഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ് വാട്ട്? 2gh is equal to u square sin square theta, or h is equal to u square sin square theta by 2g. So the height of a projectile during its motion will be h is equal to u square sin square theta by 2g. Now we take the equation r is equal to u square sin 2 theta by g. If r is equal to u square sin 2 theta by g, suppose theta, angle theta is equal to 45 degree. Therefore sin 2 theta is sin 2 into 45 is sin 90, that is equal to 1. That means if the body is thrown with a velocity u, so for a given velocity u, the range is maximum when theta is equal to 45 degree. അതായത് നമ്മൾ യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റി കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അത് ഫോർ എക്സാമ്പിൾ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ ഏത് സമയത്താണ്, അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഏത് ആംഗിളിൽ എറിയുന്ന സമയത്താണ് ഈ കല്ല് മാക്സിമം ദൂരം പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം
ഈ കല്ലിനെ 45 ഡിഗ്രിയിൽ എറിയുന്ന സമയത്താണ് 10 മീറ്റർ പെർ സെക്കൻഡിൽ അതിന് എത്തിച്ചേരാൻ കഴിയുന്ന മാക്സിമം ദൂരം അല്ലെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടുന്നത്. അതതിന്റെ മീനിങ്. സോ റേഞ്ച് ഈസ് മാക്സിമം ഫോർ തീറ്റ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ഫോർ എ ഗിവൺ വെലോസിറ്റി യു. അപ്പോൾ യു നമ്മൾ മാറ്റാൻ പാടില്ല. യു എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആക്കി വെച്ചുകൊണ്ട് നമ്മളിതിനെ പല ആംഗിളിൽ എറിയാം. വെലോസിറ്റിയെ 10 മീറ്റർ പെർ സെക്കൻഡ് ആക്കിക്കൊണ്ട് നമ്മൾ ഈ കല്ലിനെ പല ആംഗിളിൽ എറിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ കല്ല് മാക്സിമം ദൂരം സഞ്ചരിക്കുന്നത് അതിനെ എറിയുന്ന ആംഗിൾ 45 ഡിഗ്രി ആകുന്ന സമയത്താണ്. അതാണ് ഇതിന്റെ മീനിങ്. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു ആർ മാക്സ് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. Now similarly we may take the equation h is equal to u square sin square theta by 2g. Again suppose we are throwing this stone with a given velocity u. അപ്പോൾ u കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിനെ മുകളിലേക്ക് എറിയാണ്. ഏത് ആംഗിൾ എറിയുന്ന സമയത്താണ് ഹൈറ്റ് മാക്സിമം ആവുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വേഗതയിൽ നമ്മൾ പല ആംഗിൾ എറിഞ്ഞു നോക്കുകയാണ്. ഏത് സമയത്താണ് അത് മാക്സിമം ഹൈറ്റിലേക്ക് പോകുന്നത്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വേർട്ടിക്കലി അപ്വേർഡ് കുത്തനെ മുകളിലേക്ക് എറിയുന്ന സമയത്താണ് 10 മീറ്റർ പെർ സെക്കൻഡിൽ നേരെ കുത്തനെ മുകളിലേക്ക് എറിയുന്ന സമയത്താണ് അതിൻ്റെ ഹൈറ്റ് മാക്സിമം ആവുന്നത്. റൈറ്റ്? ദാറ്റ് ഈസ് h ഈസ് ഈക്വൽ ടു h max if theta is equal to 90 degree. So with this we are winding up the discussion here. Thank you for watching.